Hello, my dear Makle. Welcome to Vedantu Malayalam channel. So, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ അടുത്ത സെറ്റ് ഓഫ് PYQs കൊണ്ട് വന്നിട്ടുണ്ട് നീറ്റിന്റെ. ഇത് എൻറ്റയർലി ഫ്രം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ്. എനിക്കറിയാം വളരെയധികം വെയിറ്റേജ് ഉള്ള വളരെയധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷെ നമുക്ക് നോക്കാം ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 വെരി ഇമ്പോർട്ടൻറ്റ് PYQs ഫ്രം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എ ജീൻ ഷോയിങ് കോഡോമിനൻസ് കാണിക്കുന്ന ജീനിന് എന്താണ് ക്യാരക്ടർ ഉണ്ടാവുക? സോ വൺ allele is dominant on the other, alleles tightly linked on the same chromosomes, alleles that are necessary to each other, and both alleles are independently expressed in the heterozygote. ഓക്കെ, സോ 4 പോയിന്റ് ആണുള്ളത്. ജീൻ ഷോയിങ് കോഡോമിനൻസ് ആകുമ്പോഴത്തേക്കും 2 ജീൻസ് ഉണ്ട്, രണ്ടും ഡോമിനന്റ് ആണ്. അപ്പൊ അവരുടെ എക്സ്പ്രഷൻ ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് കോഡോമിനൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ദി ആൻസർ ഇസ് ഡി. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഓക്കെ, സോ ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പഠിക്കുമ്പോഴാണ്. യെസ്, മൾട്ടിപ്പിൾ അലീൽസിന്റെ അടിയിൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിക്കുന്നുണ്ട്, ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിംഗ്. സോ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും കോഡോമിനൻസ് ഉണ്ട്. ബിക്കോസ് ജീൻസ് IA ഉണ്ട്, IB ഉണ്ട്, അത് രണ്ടും ഈക്വലി ഡോമിനന്റ് ആണ്. IA ജീനും അല്ലെങ്കിൽ IA അലീലും IB അലീലും കൂടെ ഒരുമിച്ച് എക്സ്പ്രസ് ആവുന്നുണ്ട്. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് പ്രസന്റ് ടുഗദർ ദേ എക്സ്പ്രസ് ടുഗദർ. അങ്ങനെയാണ് നമുക്ക് AB ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്, റൈറ്റ്? സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ഉള്ളത്. ബോത്ത് അലീൽസ് ഇൻഡിപെൻഡന്റ്ലി എക്സ്പ്രസ്ഡ്, ഇൻഡിപെൻഡന്റ് ആണ് അവര്, പക്ഷെ രണ്ടും എക്സ്പ്രസ്ഡ് ആണ് വേർ ഇൻ ദ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ അത് രണ്ടും എക്സ്പ്രസ്ഡ് ആയിരിക്കും. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹിസ് ക്ലാസിക് എക്സ്പെരിമെന്റ്സ് ഓൺ പീ പ്ലാന്റ്സ്, Mendel did not use what? Seed color, pod length, seed shape, flower position. 7 ക്യാരക്ടേഴ്സ് മെന്റൽ എടുത്തിരുന്നു. അതിനകത്ത് നിന്ന് ഇല്ലാത്തത് ഏതാണ്? ഓക്കെ, സോ ബേസിക്കലി ദി ആൻസർ ഇസ് പോഡ് ലെങ്ത്. കാരണം പോഡ് ലെങ്ത് എന്ന് പറയുമ്പം ഓരോ ചെടിക്കും ഓരോ ലെങ്ത് ആയിരുന്നു. ഓക്കെ, മൊത്തം ചെടിയുടെ ലെങ്ത് നോക്കിയപ്പോൾ ടോൾ ആൻഡ് ഡ്വാഫ് മാത്രമേ കിട്ടുള്ളൂ, 2 വെറൈറ്റീസ് കിട്ടുള്ളൂ. പക്ഷെ പോഡ് ലെങ്ത് നോക്കിയപ്പം ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. സോ ഹി കുഡ് നോട്ട് ടേക്ക് ദാറ്റ്. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് പുള്ളി എടുത്തത്. സോ യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഹൗ മെനി പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ പീ പ്ലാന്റ്സ് വർ സ്റ്റഡീഡ് ബൈ മെൻഡൽ ഇൻ ദി എക്സ്പെരിമെന്റ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞേ ഉള്ളൂ 7 ക്യാരക്ടേഴ്സ് എടുത്തു എന്നുള്ളത്. ഓക്കെ, കെൻ യു സി, അതേ ഇയറിൽ ചോദിച്ചതാണ്, 2015 ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനകത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര ക്വസ്റ്റ്യൻ ആയിരിക്കും, അടിപൊളി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നിട്ട് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ആർ ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട്. ഓക്കെ, ഈസി ലെവലിലും മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ അതിനനുസരിച്ചും കൂടി പ്രിപ്പയർ ചെയ്യുക, റൈറ്റ്? സോ ഇതിനകത്ത് ആൻസർ ഇസ് 7. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു രീതിയിലുള്ള കൺഫ്യൂഷനും ഇല്ല. ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ പോയി. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. From which one of those given below is the period of Mendel's hybridization experiments? ഏത് വർഷത്തിലാണ്, ഏത് കാലഘട്ടത്തിലാണ് മെന്റലിന്റെ എക്സ്പെരിമെന്റ്സ് കൊണ്ട് എന്താ പറയുക അദ്ദേഹം റിസർച്ച് ചെയ്തതെന്നുള്ളതാണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അറിയാമെങ്കിൽ അറിയാം, അറിയത്തില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നീറ്റിൽ വരുമ്പം ഓക്കെ, ഡോണ്ട് ഗിവ് ഇറ്റ് ടു ഫേറ്റ്, ഡോണ്ട് ബി ലൈക്ക് ഏകദേശം അങ്ങനെ പോകരുത്. ഓക്കെ, അറിയാമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്തിട്ട് പോവുക. കാരണം നെഗറ്റീവ് മാർക്കിങ് കുറയ്ക്കണം. നമുക്കതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നെഗറ്റീവ് മാർക്കിങ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കാൻ നോക്കുക, റൈറ്റ്? സോ അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനകത്ത് മോസ്റ്റ്ലി അറിയത്തില്ല, ഇതിനകത്ത് ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ വരുമ്പോഴത്തേക്കും റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. Among the following characters, which one was not considered by Mendel in his experiments on pea? Okay, stem, tall or dwarf, trichomes, glandular or non-glandular, seed, green or yellow, pod, inflated or constricted. നോക്ക്, മെന്റലിന്റെ ക്വസ്റ്റ്യൻസിനും മെന്റലിന്റെ എക്സ്പെരിമെന്റ്സിനെ റിലേറ്റഡ് ചെയ്തിട്ട് തന്നെ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, റൈറ്റ്? സോ ആസ് റീസെന്റ് ആസ് 2017 വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്താണ്? ട്രൈക്കോംസിനെ പറ്റിയൊന്നും മെന്റൽ അത്രയും പഠിച്ചിട്ടില്ല. ഓക്കെ, അത് ദാറ്റ് വാസ് നോട്ട് എ ക്യാരക്ടർ ഹി ടുക്ക്, റൈറ്റ്? ബാക്കി എളുപ്പമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ ഫുൾ എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്തു, റൈറ്റ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Thalassemia and sickle cell anemia are caused due to a problem
ഇൻ ഗ്ലോബിൻ മോളിക്യൂൾ സിന്തസിസ്. എന്ത് ഗ്ലോബിനാണ്? ഹീമോഗ്ലോബിന്റെ മോളിക്യൂൾ സിന്തസിസിലാണ് അവിടെ പ്രശ്നം വരുന്നത്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് തലസീമിയ. ഓക്കെ, ബോത്ത് ആർ ഡ്യൂ ടു ക്വാളിറ്റേറ്റീവ് ഡിഫക്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പല സ്ഥലത്തും മോഡൽ പേപ്പേഴ്സിലായിക്കോട്ടെ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ബി വെരി കെയർഫുൾ. ബോത്ത് ആർ ക്വാളിറ്റേറ്റീവ് ഡിഫക്ട് ഇൻ ഗ്ലോബിൻ സിന്തസിസ്, ബോത്ത് ആർ ഡ്യൂ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡിഫക്ട് ഇൻ ഗ്ലോബിൻ സിന്തസിസ്. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ ആൻഡ് തലസീമിയ. Thalassemia is due to less synthesis of global molecules. Sickle cell anemia is due to a quantitative problem. Okay, so quantitative എന്ന് പറയുമ്പോഴത്തേക്കും അമൗണ്ടിലാണ്, നമ്പറിലാണ് കാര്യം. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രോട്ടീനിന്റെ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടായിരിക്കും. സോ സിക്കിൾ സെൽ അനീമിയ ആണ് ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം. അതേസമയത്ത് തലസീമിയയിൽ ക്വാണ്ടിറ്റിയുടെ ആണ് പ്രശ്നം. ഓക്കെ, ആൽഫ ചെയിൻ ഉണ്ട്, ബീറ്റ ചെയിൻ ഉണ്ട്. എത്രത്തോളം ആൽഫ ചെയിൻ ഉണ്ടാക്കുന്നു, എത്രത്തോളം ബീറ്റ ചെയിൻ ഉണ്ടാക്കുന്നു, രണ്ടും ഒരേ ലെവലിൽ ഹൈ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം അവർക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ പറ്റൂ. ആൽഫ മാത്രം കൂടുതൽ ഉണ്ടാക്കുന്ന ബീറ്റ കുറവാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, സോ തലസീമിയ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇഷ്യൂ, ഡിഫക്റ്റ്. ഓക്കെ, സി ഈസ് ദി ആൻസർ. എല്ലാവർക്കും ശരിയാണെന്ന് തോന്നുന്നു. ശരിയാണെങ്കിൽ എനിക്ക് കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഡിസീസ് കോസ്ഡ് ബൈ an autosomal primary non-disjunction. പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ എപ്പോഴാണ് വരുന്നത്? ഡിവിഷന്റെ സമയത്താണ്. ഓക്കെ, പെർട്ടിക്കുലർലി മിയോട്ടിക് ഡിവിഷന്റെ സമയത്ത് പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമോസോമിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ സെപ്പറേഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെ വരുമ്പം ചിലപ്പം ഒരു സെല്ലിനകത്ത് ഒരു ക്രോമോസോമിന്റെ കൂടുതലോ കുറവോ ഉണ്ടാവാം. ഓൾറൈറ്റ്, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൗൺ സിൻഡ്രോമും ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമും ടേണർ സിൻഡ്രോമും. ഇത് മൂന്നും ഈ ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ആണെന്ന്. അപ്പൊ എങ്ങനെയാ മാം ആൻസർ കൊടുക്കുക? ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓട്ടോസോമൽ പ്രൈമറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിലും ടേണർ സിൻഡ്രോമിലും ഓട്ടോസോമൽ അല്ല, സെക്സ് ക്രോമോസോമിലാണ് നോൺ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, ഓട്ടോസോമൽ വരുന്നത് ഡൗൺ സിൻഡ്രോമിലാണ്. സോ ആൻസർ ഇസ് എ. ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The mechanism that causes a gene to move from one linkage group to another. Okay, ഇവിടെ ഏറ്റവും കൺഫ്യൂഷൻ വരാൻ പോകുന്നത് പിള്ളേർക്ക് ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് വായിക്കുമ്പോഴാ അല്ലേ? ലിങ്കേജ് ഗ്രൂപ്പ്, അയ്യോ ഇതെന്തോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള സാധനം. ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോമോസോമാണ്. ഒരു ക്രോമോസോമിന്റെ മുകളിലുള്ള എല്ലാ ജീൻസും ലിങ്ക്ഡ് ആണല്ലോ ടു എൻ എക്സ്റ്റെന്റ്. ഓക്കെ, ദൂരം കൂടുതലാണെങ്കിൽ ലിങ്കേജ് കുറയും, പക്ഷെ എന്നാലും ഒരു ക്രോമോസോമിൽ തന്നെയല്ലേ അല്ലേ? സോ ദാറ്റ്സ് കോൾഡ് ആസ് എ ലിങ്കേജ് ഗ്രൂപ്പ്. സോ ഒരു ലിങ്കേജ് ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ലിങ്കേജ് ഗ്രൂപ്പിലേക്ക്, ഒരു ക്രോമോസോമിൽ നിന്ന് മറ്റൊരു ക്രോമോസോമിലേക്ക് ചാടുമ്പോൾ അതിനെ എന്ത് വിളിക്കും? ഒറ്റ വാക്കേ ഉള്ളൂ, ട്രാൻസ്ലൊക്കേഷൻ. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് ചാടിപ്പോയി അപ്പുറത്തെ സ്ഥലത്ത് പോയി ഒട്ടിയിരിക്കുന്നു. ദാറ്റ്സ് കോൾഡ് ആസ് ട്രാൻസ്ലൊക്കേഷൻ. ഓക്കെ, ഇത് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്. സോ മെന്റൽ എടുക്കുമ്പം ട്രൂ ബ്രീഡിംഗ് അല്ലെങ്കിൽ പ്യുവർ ബ്രീഡിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പം മെന്റൽ ഒരുപാട് തവണ ഹി ഹാഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് എ പ്യുവർ ബ്രീഡിംഗ് ഓർ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്. വൺ ദാറ്റ് ഈസ് ഏബിൾ ടു ബ്രീഡ് ഓൺ its own? No. Produced due to cross pollination? No. Near homozygous and produce offspring of its own kind? Maybe. Always homozygous recessive? No. Homozygous recessive ആവുന്ന ആരും കോൺടാക്ട് എഴുതി തന്നിട്ടൊന്നുമില്ല. ഓക്കെ, സോ നിയർ ഹോമോസൈഗസ് മിക്കപ്പോഴും ഒരേ ടൈപ്പ്. നമ്മൾ ട്രൂ ബ്രീഡിംഗ് അഥവാ പ്യുവർ ബ്രീഡിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ ചെയ്ത് നമുക്ക് ഒരേ ക്യാരക്ടർ പല ജനറേഷൻസിലും കാണുന്ന ഒരു ബ്രീഡാണ്. ഓക്കെ, ടു എസ്റ്റാബ്ലിഷ് ദ ക്യാരക്ടർ. അതിനാണ് ട്രൂ ബ്രീഡിംഗ് അഥവാ പ്യുവർ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ യെസ്, സി ഈസ് ദി ആൻസർ ഹിയർ. നിയർ ഹോമോസൈഗസ് ആൻഡ് പ്രൊഡ്യൂസസ് ഓഫ്സ്പ്രിംഗ് ഓൺ ഇറ്റ്സ് ഓൺ കൈൻഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If a colorblind man marries a woman who is homozygous for normal color. Okay, colorblind man ആണ് marrying a woman for normal color vision. Okay, who is homozygous, right, for normal color. So woman is not at all affected. ഒരു കുഴപ്പമില്ല പുള്ളിക്കാരത്തേക്ക്. Probability of their son being colorblind is 0. ചാൻസ് ഇല്ല. കാരണം കളർ ബ്ലൈൻഡ് മാനിനകത്തുനിന്ന് ഓക്കെ ആ മാനിന്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുന്ന എക്സ് ക്രോമോസോം ഒരിക്കലും മകനല്ല പോകുന്നത്, മകൾക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഗോസ് ടു ദ ഡോട്ടർ, റൈറ്റ്? അപ്പൊ ഡോട്ടർ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു കാരിയർ ആവാൻ സാധ്യത. ആൻഡ് ഇപ്പോൾ ഇഫ് ദ വുമൺ ഇസ് കംപ്ലീറ്റ്ലി നോർമൽ, കാരണം ആ വുമന്റെ അടുത്താണ് അല്ലെങ്കിൽ അമ്മയുടെ അടുത്തുനിന്നാണ് മകന് എന്ത് കിട്ടുന്നത്? എക്സ് ക്രോമസോം കിട്ടുന്നത്. ആ എക്സ് ക്രോമസോമിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ദ സൺ വിൽ ബി കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. കാരിയറിന് ചാൻസ് ഇല്ല. കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ആയിരിക്കും. നോ വേ ഓഫ് ഡിസീസ്.
Okay, so the sun being colorblind is 0. ഒരു ചാൻസും ഇല്ല. Okay, so answer A is correct. റൈറ്റ്, സോ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എളുപ്പമുള്ള ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് എന്നോട് പറഞ്ഞു തരണം കമന്റ് സെക്ഷനിൽ. പിന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ, സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.